ഷബിൻ വർക്ക് ഇവിടെ ശ്രീമതി മാലാ പാർവതി പറഞ്ഞ ശരിയാണ്. ഇത് രാജ്യത്തല്ല ലോകത്ത് തന്നെ ഇത്തരത്തിൽ സിനിമാ മേഖലയെ പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് വരുന്നതും ആ റിപ്പോർട്ട് വൈകിയാണെങ്കിൽ കൂടിയും അത് അത് പുറത്തേക്ക് വരാതിരിക്കാൻ കുഴുത്തുരുമ്പ് നീക്കങ്ങൾ പലയാവർത്തി കണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച ആ റിപ്പോർട്ട് സെൻസർ ചെയ്താണെങ്കിൽ കൂടി പുറത്തേക്ക് വരുന്നതും അത് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും നടാടയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്നതാണെങ്കിൽ കൂടിയും ഇന്ന് സാംസ്കാരിക മന്ത്രിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുകയാണ്, പരാതിക്കാരി ആരെങ്കിലും പരാതി നൽകിയാൽ കർശന നടപടിയെടുക്കും, അതല്ലാതെ കേസെടുക്കുന്ന പണിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിക്കുകയാണ്. അത് മതിയോ അബിൻ? അതായത് ഹാഷ്മി, ഇത് ഒരു ദിവസം രാവിലെ സഖാവ് പിണറായി വിജയനോ സജി ചെറിയാനോ എന്നാൽ ഞാൻ ഈ സിനിമാ മേഖലയെ അങ്ങ് ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഹേമ കമ്മീഷനോ കമ്മിറ്റിയോ അല്ല. ഇത് ഒരു നടിക്കുണ്ടായ വലിയ ഒരു ആക്രമണം, ആ ആക്രമണത്തെ തുടർന്ന് ശ്രീ പി ടി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഇടപെട്ട് അത് പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും അത് സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഒരു WCC പോലൊരു സംഘടന ഉണ്ടാവുകയും ആ സംഘടനയുടെയും പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിൻ്റെ പ്രകാരമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത് 2020-ലാണ്. 4 കൊല്ലമായിട്ടും ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് അടയിരുന്ന സർക്കാരിൻ്റെ എന്തോ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ഇതെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ശരിയല്ല എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ ഒരു മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ 2020 ഈ റിപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ ഈ റിപ്പോർട്ടിൽ ഇത്ര ഗുരുതരമായ വിഷയങ്ങളുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഇതിന്മേൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നു. അതല്ലാതെ ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വിടുകില്ല എന്നൊരു നിലപാടായിരുന്നില്ല ഈ സംസ്ഥാന സർക്കാർ എടുക്കേണ്ടിയിരുന്നത്. അതുമാത്രമല്ല, ഈ റിപ്പോർട്ടിൽ സെക്ഷൽ അസോൾട്ടും അതുപോലെ തന്നെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും നടന്നിട്ടുണ്ട് എന്ന് പലകുറി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൻ്റെ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന് സ്വമേധയാ FIR എടുത്ത് കേസെടുത്ത് അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോകാമായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മലയാള സിനിമയിലെ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകൾ അവർ ഇന്നൊരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കാതെ ഈ 15 പേരടങ്ങുന്ന ആ പവർ ഗ്രൂപ്പിനെയും ആ പീഡകരെയും അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ മലയാള സിനിമയിലെ നല്ല ആളുകളാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പറയാമായിരുന്നു. പക്ഷേ അതിനിടവരുത്താതെ ഇന്ന് ഈ മലയാള സിനിമയെ മുഴുവൻ ഒരു കരിനിഴലിലാക്കപ്പെട്ടത് ഈ സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണ്. അതുമാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇതിനകത്ത് ഇതിനെ അനധികൃതമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 136-ാമത്തെ പേജിൽ വളരെ കൃത്യമായി ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ മന്ത്രിക്കെതിരെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആകെ ഒരു സൂചനയുള്ളത്. ആ മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് സർക്കാർ ഇത് മുഴുവൻ അങ്ങ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി ഈ കോൺക്ലേവ് നടത്താൻ പോകുന്നവർ തന്നെ ആരാണ് ഈ കോൺക്ലേവിന് ഇരിക്കാൻ പോകുന്നത് ഹാഷ്മി? ഈ പരാതി പറഞ്ഞവർ, അതിനൊപ്പം തന്നെ ഇരിക്കാൻ പോകുന്ന ആരാ? ഈ പീഡകർ എന്ന് ഈ പരാതി പറഞ്ഞവർ ആരോപിച്ച വ്യക്തികളാണ് ഈ കോൺക്ലേവിൽ ഇരുന്നുകൊണ്ട് ഈ സിനിമാ മേഖലയെ അങ്ങ് ശുദ്ധീകരിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ശരിയാക്കാമെന്ന് വിചാരിച്ചിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് കോത്താഴത്തെ കോൺക്ലേവ് ആണ് എന്ന് സിനിമാ ഭാഷയിൽ ചോദിച്ചാൽ അതൊന്നും ആരും തെറ്റു പറയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തത്. ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ആ പരാതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ താരതമ്പുരാക്കന്മാർ, അത് ഏത് ദേവേന്ദ്രനാണെങ്കിലും, ഇവിടെ ഏട്ടനാണെങ്കിലും ശരി, ഇക്കയാണെങ്കിലും ശരി, താരരാജാക്കന്മാരാണെങ്കിലും ശരി, അഭിനയ കുലപതികളാണെങ്കിലും ശരി, ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ പ്രിവിലേജും, ഈ കേരളത്തിലെ പൊതുജനത്തിന് കിട്ടാത്ത ഒരു എക്സ്ട്രാ പ്രിവിലേജും ഈ കേരളത്തിലെ ഒരു താരരാജാക്കന്മാർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് നല്ല മനുഷ്യരായ നല്ല ആർട്ടിസ്റ്റുകളെ കരിനിഴലിലാക്കിക്കൊണ്ട് ചില മോശക്കാർ മാത്രം ഉള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ കുറ്റക്കാരെ അല്ലെങ്കിൽ ആ പീഡകരെ പുറത്തെത്തിക്കാനുള്ള സാമാന്യമായ യുക്തിപൂർവമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും പറയാനുള്ളത്. പക്ഷേ അത് ഇന്നേ വരെ സർക്കാർ